കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂര കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ദിയാസദനത്തിൽ ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. 26 വയസ്സായിരുന്നു. ഭർത്താവ് രാജീവിനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വീടിനുള്ളിൽ വീണുകിടന്ന ഭാര്യയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെന്നായിരുന്നു ഭർത്താവ് രാജീവിന്റെ മൊഴി. യുവതിയുടെ മരണത്തിന് പിന്നാലെ രാജീവ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ശ്യാമയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭർത്താവ് രാജീവ് മൊഴി നൽകി. കൊലയ്ക്ക് പിന്നിലെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ലെന്നും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ശ്യാമയെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് വീടിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് ശ്യാമയുടെ ഭർത്താവ് രാജീവിനെ അറസ്റ്റ് ചെയ്തത്. തലയിടിച്ച് വീണാണ് ശ്യാമ മരണപ്പെട്ടത് എന്നായിരുന്നു രാജീവിന്റെ പ്രതികരണം. മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമാണ് ദാരുണമായ സംഭവമുണ്ടായത്. അമ്പലപ്പറമ്പിലേക്ക് എത്തിയാണ് പ്രതി എല്ലാവരോടും വിവരം പറഞ്ഞത്. മൃതദേഹം ആദ്യം കണ്ടത് താനാണ് എന്ന തരത്തിലായിരുന്നു ഇയാളുടെ വിശദീകരണം. ഭാര്യ തലയിടിച്ചു വീണുവെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വേണം എന്നാണ് രാജീവ് എല്ലാവരോടും ആവശ്യപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ തന്നെ സംഘടിച്ചെത്തിയാണ് ശ്യാമയെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം പരിശോധിച്ചപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന ഡോക്ടർമാർക്ക് മരണത്തിൽ സംശയം തോന്നിയിരുന്നു. മൃതദേഹത്തിന്റെ കഴുത്തിലും മറ്റും കുത്തിപ്പിടിച്ച പാടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശ്യാമ വീട്ടിൽ തലയിടിച്ചു വീണു എന്ന് മാത്രമായിരുന്നു രാജീവിന്റെ മറുപടി. ആശുപത്രിയിലെത്തുമ്പോൾ പ്രതിയും സുഹൃത്തുക്കളും അമിതമായി മദ്യപിച്ച അവസ്ഥയിലായിരുന്നു. മാത്രമല്ല രാജീവിന്റെയും സുഹൃത്തുക്കളുടെയും മൊഴികളിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തിയ പോലീസുകാരോട് ഡോക്ടർമാർ ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. മൃതദേഹം കണ്ട പോലീസിനും സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലും രാജീവ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. അന്നു തന്നെ പോലീസ് രാജീവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശ്യാമ കഴുത്തുഞെരിച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവർക്ക് 2 കുട്ടികളാണുള്ളത്. അതേസമയം കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാരണം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കഴുത്തുഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത്. കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്തേക്കും. ഭർത്താവിന്റെ കള്ളക്കളി പോലീസ് പൊളിക്കുകയായിരുന്നു. ഡോക്ടർമാർക്കും ഇത്തരത്തിൽ സംശയം തോന്നിയിരുന്നു.